لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله والرسول فقد فاز فوزا عظيما പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, സർവാധിനാഥനായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നോടും തുടർന്ന് നിങ്ങളോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ മൗലികമായ ചില വശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുമുള്ള കടപ്പാടുകളെ സംബന്ധിച്ച് അതിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച. ഏതാനും ചില കാര്യങ്ങൾ ആ വിഷയകമായി തുടർന്ന് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. സഹോദരന്മാരെ, അല്ലാഹു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വിശുദ്ധ ഖുർആനിലൂടെയും അതിൻ്റെ വിശദീകരണമായി കൂടുതൽ കാര്യങ്ങൾ വഹിയിലൂടെ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതുമായ പ്രവാചക ജീവിതവും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ഇസ്ലാം അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും പാലിക്കാൻ പറഞ്ഞിട്ടുള്ള ബാധ്യതകളും കടപ്പാടുകളും അവകാശങ്ങൾ അതെല്ലാം അത് അതേപടി പുലർച്ചി ജീവിച്ചാൽ ഉണ്ടാകുന്ന ഒരു നല്ല കുടുംബാന്തരീക്ഷം. ഞാൻ പറയുന്നത് പ്രമാണങ്ങളെ പ്രാപിക്കാത്തതുകൊണ്ടും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടും ധാരാളം പ്രശ്നങ്ങളുണ്ട് നമുക്കിടയിൽ. കുടുംബ ശൈഥില്യങ്ങളുടെ നീണ്ട പട്ടികകളാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന എല്ലാ വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന, പുറത്ത് നമ്മൾ ചിരിക്കുന്നുണ്ട്, ആളുകളുമായി ഇടപഴകുന്നുണ്ട്, പുറത്ത് കാണുന്നവർക്ക് നല്ല കാറിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പോകുമ്പോൾ
അവര് നല്ല സുഖത്തിലായിരിക്കുന്നതാണ് റോട്ടിൽ ബസ് കാത്തു നിൽക്കുന്ന നവദമ്പതികൾ വിചാരിക്കുക. അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾ വിചാരിക്കതേ അവര് നല്ലൊരു കാറിൽ, അവരൊക്കെ എന്തൊരു സുഖത്തിലായിരിക്കും, വലിയൊരു ബംഗ്ലാവ്, നല്ല സൗകര്യങ്ങൾ, കാർ പൊറച്ച്. ഇതൊക്കെ കാണുന്ന സാധാരണക്കാരായി ദാമ്പത്യ ജീവിതം ഒരുപക്ഷെ അവര് കാറിൽ നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് അവളെ കൊണ്ടാക്കാനായിരിക്കും, അവിടെ കയ്യിലിരിപ്പുണ്ട്. അത് പുറത്തു വെക്കുന്ന ആളുകൾക്കറിയില്ലല്ലോ. അപ്പൊ ജീവിതം എന്താണ് എന്ന് പുറത്തു നിന്ന് നോക്കിക്കാണില്ല, അനുഭവിച്ചു തീർക്കുകയാണ്. അനുഭവിച്ചു തീർക്കുന്ന ജീവിതം എന്നത് തികച്ചും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അത് 2-3 കാര്യങ്ങളുടെ സ്ത്രീകളോടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി പറയാൻ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ ആഴവും പരപ്പും ജീവിതത്തിലേക്ക് സംശീകരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ ഞാൻ പറഞ്ഞു, ധാരാളം ഉത്ബോധനങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ധാരാളം സംവിധാനങ്ങൾ ഉണ്ട് ആ രംഗത്ത്. പക്ഷെ വേണ്ടത്ര പ്രോഗ്രസ് ആളുകൾക്കിടയിൽ ഇതെല്ലാം കേട്ടിട്ടും കാര്യമായ ഒരു പരിവർത്തനം എന്താ ഉണ്ടാവാത്തത് എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് അത് ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത്. ആവർത്തിക്കപ്പെടുക മാത്രമല്ല, അതിന്റെ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ ഇന്നിന്റെ ലോകവുമായി ബന്ധപ്പെടുത്തി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പദം നബി പറയാണ്. നബിയുടെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ റസൂൽ പറയുന്നു, അയ്യുമാ ഇംറഅത്തിൻ മാതത് സൗജഹ. എല്ലാരും കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്, പല ആളുകളിൽ നിന്ന് കേട്ടിട്ടുള്ള. അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഇവിടെ റസൂലുള്ള പറയുന്നത് അയ്യുമാ ഇംറഅത്തിൻ മാതത് സൗജഹ, ഭർത്താവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ട്. നിങ്ങൾ നോക്കൂ, ഭർത്താവ് തന്നിൽ സംതൃപ്തനായ അവസ്ഥയിൽ, അതാണ് ഹദീസിന്റെ പ്രയോഗം. ഭർത്താവ് തന്നിൽ സംതൃപ്തനായ അവസ്ഥയിൽ മാതത് സൗജഹ, അവന്റെ ഇണ മരിക്കുക, ഭാര്യ മരിച്ചു പോവുക. അങ്ങനെ മരിച്ചാൽ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, തീർച്ചയാണ് അവള് സ്വർഗത്തിലാണ്. ആര്? ആ സ്ത്രീ. ഏതൊരവസ്ഥയിൽ മരിക്കുന്ന സ്ത്രീ? തന്നിൽ ഭർത്താവ് സംപ്രീതനായി സംതൃപ്തനായി എല്ലാ അർത്ഥത്തിലും സായുജ്യമടയുന്ന ഒരവസ്ഥയിൽ ഒരു പെണ്ണ് മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകിയാൽ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, അവൾ എവിടെയാണ്? അവൾ സ്വർഗത്തിലാണ് എന്നാണ് ആര് പറയുന്നത്? നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വഹിയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. നബിയുടെ നാവ് കൊണ്ട് നബി ഒരു കാര്യം സംസാരിക്കുക, അത് അള്ളാഹ് അറിയിക്കണം, വെറുതെ സംസാരിക്കൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹ. നബി വഹി അനുസരിച്ചല്ലാതെ സംസാരിക്കൂല. റസൂലുള്ളാഹിന്റെ വഹി എന്താണ്? അയ്യുമാ ഇംറഅത്തിൻ മാതത് സൗജഹ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഒരു സ്ത്രീ, അതാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. ഭർത്താവ് തന്നിൽ സംതൃപ്തനായ അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് മരിക്കാൻ സാധിച്ചാൽ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. സ്ത്രീകളോട്, ഉമ്മമാരോട്, ഭാര്യമാരായി ജീവിത പങ്കാളികളായി ഈ മിമ്പറിൽ നിന്ന് ഖുതുബ കേൾക്കുന്നവരോട്, വിവാഹം കഴിക്കാനും വിവാഹ ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളതുമായ പെൺകുട്ടികളുണ്ടെങ്കിൽ, യുവതികളുണ്ടെങ്കിൽ അവരോട് ഒരു ഖതീബ് എന്ന നിലയിൽ ഈ ഹദീസ് മനസ്സിരുത്തി വായിക്കാനും ആവർത്തിച്ച് ചർവണം ചെയ്ത് മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് കൊണ്ടുപോയി അതിന്റെ വചനങ്ങളുടെ അപ്പുറവും ഇപ്പുറവും പരിശോധിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഭർത്താവിന്റെ സംതൃപ്തി ലഭിക്കാൻ എന്താ ഭാര്യ വേണ്ടത്? ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ എന്ത് എന്നറിയുകയാണ് വേണ്ടത്. ഭർത്താവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായ ഇഷ്ടവുമുണ്ട്, അനിസ്ലാമികമായ ഇഷ്ടവുമുണ്ട്. വെറും ഇഷ്ടം മാത്രമല്ല. ഇത് ഭർത്താവിന്റെ എല്ലാ ഇഷ്ടത്തിനുമൊത്ത് ഒരു സ്ത്രീ അങ്ങ് വഴങ്ങിക്കൊടുക്കുക എന്നിട്ട് സ്വർഗം ലഭിക്കുമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അങ്ങനെ മനസ്സിലാക്കരുത്. ഞാൻ അറബ് രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. ചില ഉയർന്ന ഉദ്യോഗം കിട്ടാൻ സ്വന്തം ഭാര്യയെ ഓഫീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവിടെ ഭർത്താവിന്റെ ഇഷ്ടം അവൾ ഭർത്താവിന് വഴങ്ങുന്ന പോലെ അന്യപുരുഷന് വഴങ്ങിക്കൊടുക്കുക എന്ന്. എന്തിനാ? ഉയർന്ന പോസ്റ്റിൽ ജോലി കിട്ടാൻ. ഞാൻ വെറുതെ പറയല്ല, ആരോപണമല്ല. നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്നലകളിൽ നടന്ന, ഇന്നും നടക്കുന്ന, നാളെ നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഏത്? നല്ല ഒരു ജോലിക്ക് വേണ്ടി തന്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന സംസ്കാരമുള്ള
ചില പ്രത്യേക വിഭാഗങ്ങൾ തന്നെ മനുഷ്യർക്കിടയിലുണ്ട്. അവരുടെ മതവും ജാതിയും ദേശവും പറഞ്ഞ് ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ തൊട്ട് കാണിച്ചും തരും. അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ള പ്രവർത്തകരെ, അങ്ങനെയുള്ള സമൂഹത്തെ നാം കാണുന്നുണ്ട്. അവിടെ ഭർത്താവിന്റെ ഇഷ്ടം ഭാര്യ മറ്റൊരുത്തന്റെ കിടപ്പറ പങ്കുവെക്കുക എന്നതാണ്. താക്കോല് മാറുന്ന സമ്പ്രദായം അറബ് രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇത് ഭർത്താവിന്റെ ഇഷ്ടത്തിനൊത്താണ്. ഈ ഇഷ്ടം ഇസ്ലാം അനുവദിച്ച ഇഷ്ടമല്ല. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇവിടെ പറയുന്നത് അയ്യുമാ ഇംറഅത്തിൻ മാതത് സൗജഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ഇഷ്ടങ്ങളും സംതൃപ്തമായ രൂപത്തിൽ അള്ളാഹു അനുവദിച്ച അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട എല്ലാം, അങ്ങനെ ഭർത്താവിന്റെ ഇഷ്ടത്തെ, സംതൃപ്തിയെ, ആ സംതൃപ്തി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഉദാഹരണം, താൻ ഇസ്ലാമിക വസ്ത്രം ധരിക്കലാണ് തന്റെ ഭർത്താവിന്റെ ഇഷ്ടമെന്നറിഞ്ഞാൽ ആ ഇഷ്ടത്തിന് സ്വർഗമാണ് ഇവിടെ ലഭിക്കുന്നത്, ദുനിയാവിലെ താൽക്കാലികമായ മോഹങ്ങളല്ല. കേട്ടോ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം സഹോദരിമാരെ. ഞാൻ എന്റെ ഭാര്യയോട്, എന്റെ ഉമ്മയോട്, എന്റെ മക്കളോട്, എന്റെ സഹോദരിമാരോട് എല്ലാം പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പ്രവാചകന്റെ വചനം, പ്രവാചക വചനം, ആ വചനത്തിൽ ഏറ്റവും പ്രധാനമായ വാചകമാണ് ഭർത്താവിന്റെ ഇഷ്ടത്തെ മാനിക്കാനും ആ ഇഷ്ടത്തിന് വേണ്ടി തന്റെ ഇഷ്ടത്തെ മാറ്റിവെക്കാനും തന്റെ താല്പര്യങ്ങളെ മാറ്റിവെക്കാനും തന്റെ താല്പര്യങ്ങളെയും തന്റെ ഇഷ്ടങ്ങളെയും താൽക്കാലികമായി മാറ്റിവെക്കുക വഴി തന്റെ മനസ്സിനുണ്ടാകുന്ന നൊമ്പരങ്ങളെ നിയന്ത്രിക്കുവാനും ആ നിയന്ത്രണത്തിലൂടെ തന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കൊത്ത് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന കുടുംബജീവിതത്തിലെ സമൃദ്ധി ആവാഹിച്ചെടുക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, ആ പെൺകുട്ടി സ്വർഗത്തിലാണ് എന്ന പ്രവാചകന്റെ വചനത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്റെ കഴിവിലും എന്റെ പരിധിയിലും നിന്നുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. സഹോദരിമാരെ, ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയാൽ നിശ്ചയം അള്ളാഹുവിന്റെ സ്വർഗ കവാടങ്ങൾ കടന്ന് ഫാത്തിമ ബീവിയുടെ ആശംസയോടെ, ഫാത്തിമ ബീവിയുടെ ഹസ്തദാനത്തോടെ സ്വർഗ കവാടങ്ങൾ കടന്ന് നിങ്ങൾക്ക് ഉന്നത ശ്രേണികളിൽ എത്താൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ഇനി നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ. റസൂലുള്ള പറയാൻ, ഇത് ഈ ഹദീസിന്റെ സന്ദർഭത്തെ ഞാൻ പിന്നീട് വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, എന്താണ്, ഞാൻ ആരോടെങ്കിലും ആർക്കെങ്കിലും സാഷ്ടാംഗം ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ, അതാണ് റസൂലുള്ളാഹിന്റെ പ്രയോഗം. എന്ത്, ലൗ കുൻതു ആമിറൻ അഹദൻ, ഞാൻ ഒരാൾക്ക്, ഏതെങ്കിലും ഒരാൾക്ക് സാഷ്ടാംഗം ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, റസൂലുള്ളാഹി പറയാണ്, ലഅമർതു, ഞാൻ കൽപ്പിക്കുമായിരുന്നു. എങ്ങനെ കൽപ്പിക്കുമായിരുന്നു? അവരോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുജൂദ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദൈവസന്നിധിയിൽ മാത്രം സമർപ്പിക്കേണ്ട ഒരു ഇബാദത്താണ് സുജൂദ്. അതൊരാരാധനയാണ്. ആ ആരാധനയുടെ രൂപമായ സുജൂദ്, അത് അല്ലാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കാൻ ഇസ്ലാം അനുവദിച്ചിരുന്നു എങ്കിൽ അതിന് യോഗ്യനാരാണ്? ഭർത്താവാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താ വധത്തിന്റെ ആഴം? അതിന്റെ പരപ്പെന്താ? അല്ലെ, ശാന്തമഹാസമുദ്രത്തിന്റെ ആഴം ഹിമാലയ പർവ്വതം ഉൾക്കൊള്ളുന്ന ആഴമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിനേക്കാൾ ആഴമേറിയ വാക്കാണിത്. അതിനേക്കാളൊക്കെ എത്രയോ ആഴമേറിയ, അല്ലെ, അപാരമായ ഒരു വാക്ക്. എന്താ ആ വാക്കിന്റെ കാതൽ? ആ വാക്കിന്റെ കാതൽ അല്ലാഹു അല്ലാത്ത വല്ല പടപ്പിന്റെ മുമ്പിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ അത്ര ബാധ്യതകളുണ്ട് നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. സഹോദരിമാരെ, അത്ര ബാധ്യത. ഇത് പറയുന്നത് ഒരു പക്ഷവായനയുള്ള
അല്ലെങ്കിൽ ഭർത്തൃപക്ഷ വായനയുള്ള അല്ലെങ്കിൽ പുരുഷപക്ഷ വായനയുള്ള ഒരു വൈകാരിക തലം മാത്രമുള്ള പക്ഷപാതപരമായ ഒരു വായന നടത്തുന്ന ആളായിരുന്നെങ്കിൽ നമുക്കത് വിട്ടുകളയാമായിരുന്നു. ഏകപക്ഷീയമായി പറയാത്ത ന്യായാന്യായങ്ങളെയും സത്യാസത്യങ്ങളെയും ധർമാധർമ്മങ്ങളെയും വകതിരിച്ചു വ്യക്തമായി അറിയാവുന്ന സർവാധിനാഥനായ റബ്ബിന്റെ വചനത്തെ ഹദീസുകളിലൂടെ നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റത്തിരുത്തലില്ലാതെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ച വാചകം. ഈ പള്ളിയിൽ ഇപ്പോൾ എത്ര സ്ത്രീകളുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷെ ഉള്ള സ്ത്രീകൾക്ക് കൈമാറാൻ, കൊടുക്കാൻ, പ്രദാനം ചെയ്യാൻ, പകരാൻ, തങ്ങളെപ്പോലെയുള്ള സഹോദരിമാർക്ക് നുകർന്നു കൊടുക്കാൻ പറ്റിയ അപാരമായ ആശയസമ്പുഷ്ടമായ ഒരു വാക്കിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത് നബിയുടെ വാക്കാണ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുഗ്രഹീതമായ വാക്കാണ്. സഹോദരന്മാരെ, സഹോദരികളെ, എന്താ പറഞ്ഞത്? ഭർത്താവിന്റെ മുമ്പിൽ അത്ര സ്ഥാനമുണ്ട് ഭർത്താവിന്, അല്ലേ? അതാണ് അത് ഗൗരവമായി മനസ്സിലാക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സ്ത്രീകളോടായി മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു സ്ത്രീ അവൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, പകലാവാം രാത്രിയാവാം, അല്ലെ, ഏത് സമയത്താണെങ്കിലും അങ്ങനെ അടുക്കളയിൽ ജോലി തിരക്കിനിടയിൽ ഭർത്താവ് തന്റെ ശാരീരികമായ ഇഷ്ടത്തിന് ഒരു പെണ്ണിനെ ക്ഷണിച്ചാൽ ആ പണി അവിടെ അവസാനിപ്പിച്ച് കിടപ്പറയിലേക്ക് സ്ത്രീ വരേണ്ടതാണ് എന്ന്. സഹോദരിമാരെ, ഇത് നബിയുടെ വാക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഇവിടെ ഭർത്താവ് തന്നിൽ പൂർണ്ണ സംതൃപ്തനാകണം. ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ മാനിച്ചാൽ ഭർത്താവ് എന്നിൽ പൂർണ്ണ തൃപ്തനും അതുവഴി എന്റെ ഭർത്താവ് ഒരാളിലേക്കും ചായാത്ത മനസ്സുള്ളവനുമായി തീരണം എന്നത് ഒരു സ്ത്രീയുടെ സാർത്ഥതയാണ്. ആ സാർത്ഥതയിലെ മൗലികമായ വശമാണ് ഭർത്താവിന്റെ ഇഷ്ടത്തിന്റെ എല്ലാ സമയത്തും ഉണ്ടാവില്ല, ചില സമയത്തുണ്ടാവാം. പുരുഷന്മാരങ്ങനെയാണ്, പുരുഷന്റെ പ്രകൃതം അതാണ്, എപ്പോഴും എനർജറ്റിക് ആണ് ആ വിഷയത്തിൽ. അങ്ങനെ എന്നാൽ എല്ലാ സമയം അങ്ങനെ ആവോ? ഇല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിലാവാം. അങ്ങനെയുള്ള ഒരു ഘട്ടം അത് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം, അത് ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയണം, ഭർത്താവിന് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ ഭർത്താവ് ക്ഷണിച്ചാൽ ആ ക്ഷണം അവൾ സ്വീകരിക്കണം എന്ന്. രാത്രിയിൽ ഭാര്യയെ ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിക്കുകയും ഭർത്താവിന്റെ ഇഷ്ടം മാനിക്കാതെ അവൾ തിരിഞ്ഞു കിടക്കുകയും ചെയ്താൽ നേരം പുലരുന്നതുവരെ അള്ളാഹുവിന്റെ മാലാകമാർ ആ സ്ത്രീയിൽ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കും എന്ന് നബിയുടെ വാചകം. എന്നിട്ടോ ഭർത്താവ് കോപാകുലനാവുക, അതിന്റെ പേരിലേക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവുക, അത് പകല് പ്രകടമാവുക, പിന്നെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഭാര്യയോട് കുറ്റം പറയാ. തീർച്ചയായും അത് ഇന്നലെയിലെ പ്രതിഷേധത്തിൽ നിന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. സഹോദരിമാരെ, എന്താണ് ഞാൻ പറയേണ്ടത്? ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ വിശദീകരിക്കേണ്ടത്? ഈ പറഞ്ഞ നിയമങ്ങളെ, ഈ പറഞ്ഞ പ്രവാചക കൽപ്പനയെ ഏതൊരു സ്ത്രീ പാലിക്കുന്നുവോ ആ കുടുംബം ധന്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആ വാചകങ്ങൾ ഒന്നുകൂടെ എടുത്തു നോക്കൂ നിങ്ങൾ. കേസറ്റ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല, അല്ലേ? സഹോദരന്മാരെ, ഇത് സഹോദരിമാർ പാലിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മൾ. ഭർത്താക്കന്മാർ, അവർക്ക് ഭാര്യമാരോടുള്ള കടപ്പാടുകൾ എന്താണ്? ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുൽതു യാ റസൂലല്ലാഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹിം, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യക്ക് അയാളിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടേണ്ടത്? മുആവിയത്ത് ബിനു ഹൈദർ റളിയല്ലാഹുവിന്റെ ചോദ്യം, നബിയെ, ഒരു സ്ത്രീക്ക് എന്തൊക്കെയാണ് അവളുടെ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടത്? വിഷയം പൂർണ്ണമായല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യക്ക് കിട്ടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒന്നാമതായി, നീ ഭക്ഷിക്കുന്നുവെങ്കിൽ നീ അവളെയും ഭക്ഷിപ്പിക്കുക. നീ ഭക്ഷിക്കുന്നുവെങ്കിൽ നീ അവളെയും ഭക്ഷിപ്പിക്കുക. സഹോദരന്മാരെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു വാചകം, ഒരാള് ഒരു ദീനാർ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, ഒരടിമയെ മോചിപ്പിക്കാൻ ചെലവഴിക്കുന്നു, ഒരു പാവപ്പെട്ടവന്, പട്ടിണി കിടക്കുന്നവന് ഒക്കെ കൊടുക്കാൻ ഓരോ ദീനാർ ചെലവഴിക്കും, ഒരു ദീനാർ വീട്ടിന് ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടി ചെലവഴിക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ചെലവഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം. ഏത്? അള്ളാന്റെ മാർഗത്തിലും അടിമ മോചിപ്പിക്കുന്നതിലും അഗതിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനും ചെലവഴിക്കുന്ന ദീനാറിനേക്കാളെല്ലാം ഉത്തമമായ ചെലവഴിക്കൽ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്കാണ്. ഇതാര് പറഞ്ഞതാണ്? നമ്മുടെ റസൂല് പറഞ്ഞതാണ്. ആ നബിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത്? അപ്പൊ ഖുർആൻ ആയത്തിൽ പറയാണ് എന്ത്? നിങ്ങളുടെ ചെലവിന്റെ അത്യാവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചം വരുന്നത്. ഇപ്പൊ ഭാര്യക്കും മക്കൾക്കും അവളുടെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോണം, കുറെ കാലമായ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ട് എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു 1000 റുപ്യ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരാൾ വളരെ കട്ടം പറഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നാൽ അത് എടുത്തു കൊടുക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഏതാണ് ചർച്ച? ഇല്ല എന്നാണ് പറഞ്ഞത്. ഇല്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ പേരിൽ ദുഃഖിക്കണോ? നല്ല വാക്ക് പറയാം അയാളോട്, സഹോദര, എന്റെ കയ്യിൽ അത്യാവശ്യത്തിന്, ഞങ്ങളുടെ വളരെ അത്യാവശ്യത്തിനുള്ള പണമാണുള്ളത്, നിങ്ങൾക്ക് തരാൻ അള്ളാഹു പറഞ്ഞ പ്രകാരം മിച്ചമായി ഇല്ല. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് പിന്നീട്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരാളെ പറഞ്ഞുതരാം, നിങ്ങൾ അയാളെ സമീപിച്ചോളൂ, പിന്നീട് ഞാൻ കൊടുത്തു വിട്ടിക്കോളാം. ഹദീസിൽ വന്ന വാചകമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത് ഇസ്ലാം പഠിപ്പിച്ച വല്ലാത്തൊരു കാര്യം. നേരെ മറിച്ച് ഈ കല്യാണ തലേ ദിവസം ഭാര്യ വയ്ക്കാനല്ല, നമുക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ, എടീ അത് ഞാൻ 1000 റുപ്യ ഉണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ല. ആ അവസ്ഥ ഒരാൾക്ക് വരാൻ പാടില്ല. എന്നിട്ട് മറ്റേയാൾ അയാളുടെ ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് മക്കളെയും കൊണ്ട് കല്യാണ വീട്ടിൽ നല്ല ഡ്രസ്സിൽ വരിക, നമ്മൾ മോശമായി വരിക. ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് ഇസ്ലാം അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് ചെലവഴിക്കാൻ പറഞ്ഞു, അല്ലേ? ആലോചിച്ചു നോക്കൂ, വളരെ വ്യക്തമായ ഒരു മാർഗം ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു വഴി. അത് ഇസ്ലാം പറഞ്ഞ പോലെ ചെയ്തോളൂ. അതാണ് ഒന്നാമതായി. ഇനി ചില ആളുകൾ പുറത്തു നിന്ന് ധാരാളം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, വീട്ടിൽ ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കുക എല്ലാം അറിയാം. പിന്നെ ഭാര്യമാര് വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓഫീസിലാകുന്ന ആ വീടിന്റെ തൊട്ടടുത്തൂടെ എന്തൊക്കെ സൗകര്യമുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണം ഉണ്ടാകുക. നല്ല നല്ല ഭക്ഷണ സാധനങ്ങളൊന്നും വാങ്ങാൻ ദൂരെ പോകാൻ കഴിയാത്ത, ഇനി അതുവഴി കൊണ്ടുപോകുന്ന മത്സ്യക്കാരനോട് വളരെ ചരവകയൊക്കെ വാങ്ങുക, അങ്ങനെയൊക്കെ. ഇതൊക്കെ കുടുംബ ജീവിതത്തെ പറ്റിയാണ് പച്ചക്ക് പറയാൻ, വളരെ നാടൻ വർത്തമാനാണ് ഇനി പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും കൂട്ടുകാരോടൊന്നിച്ച് ജോലി കഴിഞ്ഞാൽ ഏറ്റവും മുന്തിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് ഭാര്യ നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഈ ചൂടത്ത് അടുപ്പിന്റെ തീയേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ഒരു മുறை ഞാൻ കഴിച്ചിട്ട് ഈ കഴിച്ച് കിടന്നോ, നല്ല നല്ല സുഖമുള്ള ദാമ്പത്യം അല്ലെ? ഒന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ വേർത്തൊലിച്ച് കാത്തിരുന്ന് ഭക്ഷണം കഴിക്കാതെ 11 മണി വരെ കാത്തിരുന്ന ഭാര്യയോട് എടീ ഞാൻ കഴിച്ചു, നീ കഴിച്ചു കിടന്നോ എന്ന് പറയുന്ന ഏർപ്പാട് അത് ശരിയല്ല. നീ കഴിക്കുകയാണെങ്കിൽ നീ അവളെ ഭക്ഷിപ്പിക്കണം, അല്ലേ? വിദേശത്തൊക്കെ ആവുമ്പോ പലപ്പോഴും നമുക്ക് നല്ല ഭക്ഷണം കിട്ടുമ്പോ ഒരു കൈ പാത്രത്തിലേക്ക് വെക്കുമ്പോ ഒരു തോന്നൽ, എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, മക്കള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, മാതാപിതാക്കൾ കിട്ടിയിട്ടുണ്ടോ, തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? റസൂലുള്ളാഹിന്റെ വാക്ക് ഭാര്യമാരോടുള്ള ബാധ്യതകളിൽ പ്രധാനമാണ് അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കുക എന്നത്. നീ ഭക്ഷിക്കുന്നില്ലേ, എന്നാ പിന്നെ പ്രശ്നവുമില്ല, അല്ലേ? 3 കൊല്ലത്തോളം ഭക്ഷണം കഴിക്കാതെ റസൂലുള്ള കഴിച്ചു കൂട്ടി. ഭക്ഷണവും എങ്ങനെ ഭക്ഷണം? യാതൊന്നും ഇല്ലാതല്ല, വളരെ ചുരുങ്ങിയ. ഷൈബ് അബീത്താൽ 2 മാസത്തോളം ഭക്ഷണമില്ലാതെ ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ആയിഷ ബീവി പറയാണ്, ഞങ്ങൾ ഇരുട്ടിൽ തപ്പി നടന്നിരുന്നു അടുക്കളയിൽ. അപ്പൊ സഹാബികൾ ചോദിച്ചു, അൻസാറുകൾ, അപ്പൊ വിളക്ക് കത്തിക്കാനില്ലായിരുന്നോ എന്ന് ചോദിച്ചു. വിളക്ക് കത്തിക്കാൻ പറഞ്ഞു, വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ച് ഞങ്ങൾ ദാഹം തീർക്കുമായിരുന്നു എന്ന ആയിഷ ബീവർ. അങ്ങനെ അവർ ജീവിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് സഹാബ വനിതകളൊക്കെ ജീവിച്ച്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിൽ ഭർത്താവും പങ്കാളിയാവണം. ഭർത്താവ് പുറത്തുപോയി കിട്ടുന്നതുകൊണ്ട് നല്ല ഭക്ഷണവും കഴിച്ച് വീട്ടിൽ വന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നീ കിടന്നുറങ്ങിക്കോ എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. രണ്ടാമത്തെ കാര്യം, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ നീ അവളെ വസ്ത്രം ധരിപ്പിക്കണം. നമ്മൾ നല്ല വസ്ത്രം വാങ്ങി, നമ്മൾ നല്ലൊരു വസ്ത്രം വാങ്ങി ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങാൻ അങ്ങനെ പാടില്ല എന്നർത്ഥം. നമ്മൾ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ നല്ല വസ്ത്രമാണെങ്കിൽ അത് അവരെ ധരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ മുഖത്തടിക്കരുത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ശരീരത്തിൽ വൈകൃതങ്ങൾ വരുത്തരുത്. അങ്ങനെയുള്ള ആളുകളുടെ സാഡിസ്റ്റ് മൈൻഡുള്ള എത്രയോ ആളുകൾ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഒരു തലാഖ് നടന്ന ഒരു കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്തപ്പോ ഭാര്യയോട് കിടപ്പറയിൽ പിശാചിനെ പോലെ പെരുമാറിയിരുന്ന ഒരു ഭർത്താവിന്റെ കഥ. മുസ്ലിം കുടുംബത്തിൽ അയാൾ 5 നേരം നമസ്കരിക്കുന്നുണ്ട്,
പക്ഷെ അയാൾ കിടപ്പറയിൽ ഒരു പിശാചിനെ പോലെ ഭാര്യയുടെ മുഖത്ത് പിന്നെ നഖം കൊണ്ട് വേദനിപ്പിക്കുകയും അവരെ തൊലിയുരിയുകയും അവരെ കടിച്ചു വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത ഭാര്യമാരോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ, വആശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഏറ്റവും മാന്യമായ ഏറ്റവും നല്ല രൂപത്തിലാണ് ഭാര്യമാരോട് പെരുമാറേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ 4-ാം അധ്യായം 19-ാമത്തെ സൂക്തത്തിന്റെ കൽപ്പന. വിശ്വാസികളെ, സഹോദരന്മാരെ, ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുപോലെ തന്നെ വീട്ടിൽ വെച്ചല്ലാതെ നിങ്ങൾ അവരോട് പിണങ്ങി നടക്കാൻ പാടില്ല. വീട്ടിൽ ചില്ലറ പിണക്കൊക്കെ ഉണ്ടാവുമല്ലോ, ആ പിണക്ക് പുറത്തു പോകുമ്പോൾ കാണിക്കാൻ പാടില്ല. എത്ര മനോഹരമായ ദാമ്പത്യ ജീവിതത്തിന്റെ ചിത്രങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് എന്നത് ചിന്തിക്കാൻ പോലും വയ്യ. 23 കാലം കൊണ്ട് ലോക ചരിത്രത്തിലെ മഹാനൂറ്റാണ്ടുകളിൽ മഹാരഥന്മാരായ സാഹിത്യകാരന്മാർ പുരുഷായുസ് കൊണ്ട് രചിച്ച സാഹിത്യ ഗ്രന്ഥങ്ങളിലൊന്നും കാണാത്ത മഹത്തായ വചനങ്ങളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതുകൊണ്ടാണ് വചനങ്ങളിൽ ഏറ്റവും ഉന്നതമായ വചനം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്നും ചര്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചര്യ അത് റസൂലിന്റെ ചര്യയാണെന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി വാഴ്ത്തപ്പെടട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നബിയെ, അങ്ങ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചത്, നബിയെ അങ്ങ് ഭാര്യമാർക്ക് വേണ്ടി സംസാരിച്ചത്, നബിയെ അങ്ങ് ഭർത്താക്കന്മാർക്ക് വേണ്ടി സംസാരിച്ചത് എത്ര മഹോന്നതമാണ്. അതിനാൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹുമ്മ റബ്ബ هذه دعوة التامة والصلاة القائمة آت محمدا الفصيلة والفضيلة وبعثه مقاما محمودا الذي وعدته എന്ന് ബാങ്കിന്റെ ശേഷം നാം പ്രാർത്ഥിക്കുന്നത് ആ സമുന്നതമായ സ്ഥാനത്തിനാണ്. നബിയോളം അർഹനായി ആ സ്ഥാനത്തിന് ഒരാളുമില്ല എന്നത് വളരെ വ്യക്തമാണ്. അതാണ് ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ നിങ്ങളോട് സംസാരിച്ചത്. സഹോദരന്മാരെ, വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണിത്. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനമായ ശിഷ്യനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ വളരെ ഈങ്ങി മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് ജടപിടിച്ച മുടിയുമായി ഒരു ഭർത്താവിനെയും കൊണ്ട് ഒരു വധു അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞ ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ അവർ പ്രത്യക്ഷപ്പെട്ടു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോ എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ആ സ്ത്രീ പറയാൻ, ഈ മനുഷ്യനിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം, അമീറുൽ മുഅ്മിനീൻ. ഭാര്യയുടെ കോപത്തിന്റെ കാരണങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് മനസ്സിലായി. അദ്ദേഹം അവളെ അവിടെ നിർത്തി, അവനെ ഒരാളുടെ കൂടെ പറഞ്ഞയച്ചു. എന്നിട്ട് കുളിച്ച് നഖം വെട്ടി മുടി വെട്ടി വൃത്തിയാക്കി, നഖം അത് പിന്നെ വൃത്തിയാക്കി, നല്ല വസ്ത്രം ധരിച്ച് എണ്ണ തേച്ച് മുടി ചീകി വെച്ച് മനോഹരമായ നല്ല സൗന്ദര്യത്തിൽ അയാളെ വീണ്ടും ഭാര്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി. ഭാര്യയ്ക്ക് അയാളെ മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമശിഷ്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇനി എന്തെങ്കിലും നിനക്ക് പരാതിയുണ്ടോ? അമീറുൽ മുഅ്മിനീൻ, എനിക്ക് പരാതിയില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പോകാം, അദ്ദേഹം വളരെ സുന്ദരനായിരിക്കുന്നു എന്ന്. എന്താ ഈ പറഞ്ഞത്? ഒരു ഭാര്യയുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ച വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ സ്ത്രീകൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ബാധ്യതകളും നിങ്ങളിൽ നിന്ന് ചില അവകാശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ അവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭർത്താവിന്റെ വസ്ത്രം നന്നാവുക എന്നത്. ഭാര്യയുടെ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുപോലെ ഭർത്താവിന്റെ മുടി മനോഹരമായിരിക്കുക എന്നത്, ഹെയർ സ്റ്റൈൽ മനോഹരമായിരിക്കുക എന്നത് ഒരു ഭാര്യയുടെ ഇഷ്ടത്തിൽപ്പെട്ടതാണ്. മീശ വെട്ടിയൊതുക്കാനും താടി നീട്ടാനും സുഗന്ധം പൂശാനും കക്ഷത്തിലെ രോമങ്ങൾ നീക്കാനും മുഖ്യഭാഗങ്ങളിലെ രോമങ്ങൾ നീക്കാനും എല്ലാ കാര്യത്തിലും വൃത്തിയുള്ളവരാകാനും അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജടപിടിച്ച മുടിയുമായി വന്നൊരു മനുഷ്യനോട് സാത്താനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ കുളിച്ചു വൃത്തിയായി എണ്ണ തേച്ച് മുടി വെട്ടിയൊതുക്കി മനോഹരമായി വരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എല്ലാവരെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഏ സമൂഹമേ, ഞാൻ
ഞാൻ എന്റെ ഭാര്യ എന്നോടുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ നിർവഹിക്കാറുണ്ട്. ഞാൻ അവളോടുള്ള ബാധ്യതകളും പൂർണ്ണമായി നിർവഹിക്കാറുണ്ട്. അവൾ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാറുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഹക്കായി മുന്നോട്ട് പോകുന്നു. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് എന്ന് പടച്ച തമ്പുരാന്റെ ഗ്രന്ഥം 4-ാം അധ്യായം 19 പറഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് രേഖപ്പെടുത്തിയതായി ബുഖാരിയിലും മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലുമൊക്കെ ചരിത്ര പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയതായി നാം മനസ്സിലാക്കുന്നത്. സഹോദരന്മാരെ, ഇവിടെയാണ് ഭാര്യാഭർത്തൃബന്ധത്തിന്റെ മഹോന്നതമായ വശങ്ങളെ പറ്റി പറയുന്നത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതുൽ ലിബാസുൽ ലഹുന്ന. ഭാര്യമാർ ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാർ ഭാര്യമാർക്കും വസ്ത്രമാണ്. ഭാര്യ കുടുംബത്തിലെ ഒരു കല്യാണത്തിന് തന്റെ ഭർത്താവ് പങ്കെടുക്കുമ്പോൾ ഭാര്യയോട് നമ്മൾ ചോദിക്കണം, എടി, ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന പാൻസും ഷർട്ടും, ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന മുണ്ടും ഷർട്ടും ഇതാണ്, ഇത് നിനക്കിഷ്ടമാണോ? നിനക്കിഷ്ടമാണോ? തീർച്ചയായും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബങ്ങളിലേക്ക് ഭർത്താവ് ചെല്ലുമ്പോ ആ ഭർത്താവ് സുന്ദരനായിരിക്കണം, നല്ല വസ്ത്രം ധരിച്ചവനായിരിക്കണം എന്നത് ഒരു ഭാര്യയുടെ ആഗ്രഹത്തിൽപ്പെട്ടതാണ്. അത് ഇസ്ലാം അനുവദിച്ചതാണ്, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അവിടെ ഈങ്ങി മുഷിഞ്ഞ വസ്ത്രം, ഞാനിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ പാടില്ല. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ ഭൗതികതയോട് വിരക്തി ഉണ്ടായിരുന്ന ഒരാളാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു മഹാനായ സൽമാൻ അൽ ഫാരിസി അബൂദർദാ റളിയല്ലാഹുവിന്റെ വീട്ടിൽ അതിഥിയായി ചെന്ന് ചരിത്രത്തിലെ ധന്യമായ ഒരു രംഗമുണ്ടായി. അവിടെ മഹാനായ സൽമാൻ അൽ ഫാരിസി കാണുന്നത് ഉമ്മു ദർദാ വളരെ മുഷിഞ്ഞ വസ്ത്രവും മുടിയൊന്നും ചീകി വെക്കാതെ ഒരുതരം ഭ്രാന്തിയെ പോലെ എന്തു പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മു ദർദാ പറയുന്നത്, ഞാൻ ആർക്ക് വേണ്ടി ഒരുങ്ങാനാണ്? ഞാൻ ആർക്ക് വേണ്ടി കുളിക്കാനാണ്? ഞാൻ ആർക്ക് വേണ്ടി പുതുവസ്ത്രം ധരിക്കാനാണ്? ഞാൻ ആർക്ക് വേണ്ടി മുടി ചീകി വൃത്തിയാക്കാനാണ്? എന്റെ ഭർത്താവ് അബൂദർദാ രാത്രി മുഴുവൻ നമസ്കരിക്കുന്നു, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നു, പിന്നെ ഞാൻ ആർക്ക് വേണ്ടി? മഹാനായ സൽമാൻ അൽ ഫാരിസി അന്നവിടെ താമസിച്ചിട്ട് രാത്രി അബൂദർദാ നമസ്കരിക്കാനായി നേറ്റപ്പോ പിടിച്ചു കിടത്തി. 3 തവണ ആവർത്തിച്ചപ്പോഴും അദ്ദേഹം നമസ്കരിക്കാതെ പിടിച്ചു കിടത്തി. നമസ്കാരത്തിന്റെ രാത്രിയുടെ 1/3 കഴിഞ്ഞപ്പോ രണ്ടുപേരും എഴുന്നേറ്റ് വുളു ചെയ്ത് നമസ്കരിച്ച് അബൂദർദായിനോട് പറഞ്ഞു, അങ്ങയുടെ കണ്ണിനോട് ബാധ്യതയുണ്ട്, അങ്ങയുടെ ഭാര്യയോട് ബാധ്യതയുണ്ട്, അങ്ങയുടെ മക്കളോട് ബാധ്യതയുണ്ട്, ആ ബാധ്യത നിർവഹിക്കണമെന്ന്. അബൂദർദാ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, എന്നോട് സൽമാൻ അൽ ഫാരിസി ഇങ്ങനെ ചെയ്തു എന്ന്. നബി പറയാണ്, സൽമാനെ, താങ്കൾ ചെയ്തതാണ് ഇസ്ലാം, സൽമാനെ, താങ്കൾ ചെയ്തതാണ് ഇസ്ലാം. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, എത്ര മഹത്വമേറിയ, എത്ര ഉദാത്തമായ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് വേണ്ടി കുളിച്ചൊരുങ്ങി സുർമ തേച്ച് സുഗന്ധം പൂശി അവരുടെ ഇഷ്ടങ്ങളെ മാനിച്ച് കിടപ്പറയിൽ അവിടെ ധന്യമല്ലെങ്കിൽ, അവിടെ സ്വാരസ്യങ്ങൾ ഉണ്ടായാൽ ആ ദാമ്പത്യ ജീവിതം പിന്നെ എന്തായിത്തീരുമെന്ന് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. സഹോദരന്മാരെ, ഈ മിമ്പറിലെ ഓരോ വരികളും ഓരോ ശബ്ദങ്ങളും ഫലപ്രദമാകണമെന്ന ആത്മാർത്ഥമായ തേട്ടമേ ഉള്ളൂ. അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ ഈ മിമ്പറിൽ നിന്ന് ഖുതുബ കേട്ട് ഇറങ്ങിപ്പോകുന്നവരിൽ പരിവർത്തനമില്ലെങ്കിൽ ഈ ശബ്ദവും ഈ വായുവിലെ പ്രകമ്പനവും ഒരു വെറും പ്രകമ്പനമായി, ഒരു വെറും ശബ്ദമായി അവശേഷിക്കുന്നുവെങ്കിൽ നാം സ്വാത്വികരുടെ വാദയിലാണ് എന്നവകാശപ്പെടുന്നതിൽ എന്താണർത്ഥം? ഈ വാചകങ്ങളെല്ലാം നമ്മുടെ കാതുകളെ തുറപ്പിച്ചില്ലെങ്കിൽ, നമ്മുടെ കണ്ണുകളിൽ അതിനൊരു വെളിച്ചമുണ്ടാക്കിയില്ലെങ്കിൽ, നമ്മുടെ കൽബുകൾ ഉയർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വെളിച്ചമുണ്ടാകുക? ഇന്നലകളിൽ നടന്ന രാഷ്ട്രീയമായ പ്രകമ്പനങ്ങളിലല്ല ആധുനിക ലോകത്തിന്റെ സ്ഥിതി എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട്. മറിച്ച് ഖുർആനിന്റെ സുന്നത്തിന്റെ മൗലിക കൽപ്പനകളെ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിനല്ലാതെ വിജയമോ അല്ലെങ്കിൽ ഉദ്വാനമോ ഉണ്ടാകുമെന്ന് കൊതിക്കേണ്ടതില്ല. ഈ ആർത്തട്ടാസത്തിലല്ല, ഈ കൊടിയുടെ നിറത്തിലല്ല, ഈ കൊടിയുടെ വർണ്ണങ്ങളിലല്ല, ജയിച്ചു കയറുന്ന നേതാക്കന്മാരിലല്ല, മറിച്ച് ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതത്തിലാണ് മൗലികത എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന വസ്തുതകളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ നാം എല്ലാം കാണുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രണ്ട് വശങ്ങൾ അത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. ഭാര്യമാരെ ഉപദ്രവിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, 4 ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടി ഏറ്റെടുക്കുമ്പോ അവളെ കണ്ണീരിന് പ്രാധാന്യമുണ്ട്. ജോലി ചെയ്യാതെ
ജോലി ചെയ്യാതെ, ഒന്നിനും ഇറങ്ങിപ്പോകാതെ, ഒന്നും ശ്രദ്ധിക്കാതെ ഭാര്യയുടെ കണ്ണീർ വീണ വീടിന്റെ പതനം അത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ നാം വായിച്ചെടുക്കുന്നതാണ്. അതുണ്ടാകരുത്. അല്ലാഹു വൈദാ ബുശ്റാഹദുഹും ബിൽ ഉൻസാ ലല്ല വജാഹു എന്ന് പടച്ചോൻ പറഞ്ഞവരാണ്. സ്ത്രീ സമൂഹം എന്നത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. നീതി പുലർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. പുരുഷപക്ഷ വായനയോ സ്ത്രീപക്ഷ വായനയോ അല്ല. എന്നെ സൃഷ്ടിച്ച എന്റെ റഹ്മാനായ റബ്ബിന്റെ വചനങ്ങളിൽ, പ്രവാചക വചനങ്ങളിൽ എന്തുണ്ടോ അതിന്റെ ചരിത്ര ശകലങ്ങളാണ്, പ്രമാണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു സ്ത്രീയുടെ ജന്മം സന്തോഷമാണെന്ന് റബ്ബിന്റെ വാചകം നാം ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഉമ്മമാരെ, മരുമക്കളായി കയറി വരുന്ന പെൺകുട്ടികളോട് മോശമാവല്ലേ. ഭാര്യമാരെ, ഭർത്താവിന്റെ മാതാപിതാക്കളോട് ചീപ്പായി പെരുമാറല്ലേ എന്നാണ് പറയാനുള്ളത്. സർവാധിനാഥൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ വെള്ളിയാഴ്ചയുടെ തുടക്കത്തിലും ഭാര്യമാരെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയെ സംബന്ധിച്ച് ഞാൻ അല്പം സൂചിപ്പിച്ചു. ആ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കൊല്ലം ജീവിച്ചിട്ടുണ്ടാവാം. 20 കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച സ്ത്രീകളുണ്ടാവാം, 40 കൊല്ലം ജീവിച്ച സ്ത്രീകളുണ്ടാവാം, 10 കൊല്ലവും 2 കൊല്ലവും 3 കൊല്ലവും ജീവിച്ചവരുണ്ടാകാം. ഒന്ന് പിറകോട്ട് യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നീണ്ട 40 കൊല്ലം ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം എന്തായിരുന്നു എന്ന്, ഖദീജ ബീവിയെ പോലെ ആവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന്. അതുപോലെ ഓരോ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ഭർത്താക്കന്മാർ ചിന്തിച്ചു നോക്കുക. ഞാൻ എൻ്റെ ഭാര്യയോട് എങ്ങനെയായിരുന്നു? അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരു ഖതീബിന്റെ പ്രസംഗം കേട്ട് പിരിഞ്ഞു പോകുമ്പോൾ, നാഥ, ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ ഭാര്യയോട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, ഞാനതിലൊക്കെ വീഴ്ച വരുത്തിയിരുന്നല്ലോ എന്നിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ചെന്നിട്ട് ഭാര്യയോട് മാപ്പ് പറയുക, ചെയ്തു പോയി എന്ന് പറയുക, ക്ഷമിക്കാൻ പറയുക, അള്ളാഹുവിനോട് അവരോട് നമുക്ക് വേണ്ടി തേടാൻ പറയുക, മാപ്പാക്കണമെന്ന് പറയുക. തിരിച്ചു അങ്ങനെ തന്നെ. അതിലൊന്നും ഒരു കുറവുമില്ല. അതൊക്കെ മഹത്വത്തിന്റെ അടയാളങ്ങളാണ്. അതിലൊന്നും ഒരു കുറവും വിചാരിക്കാനില്ല. എല്ലാം പങ്കുവെക്കുന്ന ഭാര്യയുടെ മുമ്പിൽ മനസ്സ് തുറക്കാനും മാപ്പ് പറയാനും യാതൊരു പ്രശ്നവുമില്ല. ആയിഷ ബീവി നബിയുടെ 2 കാൽമുട്ടുകളിലും കൈവച്ച് മാപ്പാക്കണം നബിയെ, തെറ്റ് പറ്റിപ്പോയി, എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സംഭവമൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചുമാവാം. തെറ്റിപ്പോയി, സംഭവിച്ചു പോയി. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്, അലിയാർക്ക് പറയാമെങ്കിൽ, ധീരനായ അലിയാർക്ക് പറയാമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നമുക്ക് പറയാം. ഇനി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ എടുത്തു വെച്ചിട്ട് ഭാര്യക്ക് വായിച്ചു കൊടുക്കുക. എടി, ഒരു ഭർത്താവിന്റെ കടമകളെ കുറിച്ചാണ് അള്ളാഹ് ഈ പറയുന്നത്, ഞാനതാണോ എന്ന് ചോദിക്കുന്നതിന് മടിക്കേണ്ടതില്ല. ഭാര്യമാരോട് ചോദിക്കാം, ഇത് ഭാര്യമാരോട് അള്ളാഹു പറഞ്ഞതാണ്, നീ അതാണോ, നീ അതായിരുന്നുവോ എന്ന് നിനക്കൊരു പുനർവായനക്ക് തയ്യാറായിക്കൂടെ എന്ന് ചോദിക്കാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ നല്ലതാണ്. അതിനിയുള്ള അങ്ങോട്ടുള്ള കാലങ്ങളിൽ നല്ലതാണ്. ഭയാനകരമായ ഒരു ലോകത്തെയാണ് ഞാനും നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. സഹോദരന്മാരെ, ഇന്ന് പള്ളി ഫണ്ടുള്ള ദിവസമാണ്. എല്ലാ മാസത്തിന്റെ 2ാം വെള്ളിയാഴ്ചയും നമ്മൾ പള്ളി ഫണ്ട് എടുക്കാറുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ നിർമ്മിതിക്കുള്ള സംഭാവന ഒരിക്കലും മോശമായി നിങ്ങൾ കാണരുത്. അത് സദഖത്തുൻ ജാരിയയിൽപ്പെട്ട, എന്നും ഖബർസ്ഥാനിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യമായി അള്ളാഹു രേഖപ്പെടുത്തുന്ന മഹോന്നതമായ ഒരു സംഭാവനയാണ് പള്ളി ഫണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനെല്ലാവരും സംഭാവന അർപ്പിക്കുക. സർവാധിനാഥനായ റബ്ബ് ഈ പറഞ്ഞ പ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദമ്പതികളായി, അള്ളാഹുവിന്റെ മാലാകമാരുടെ കാരുണ്യം ചൊരിയുന്ന മഹത്തുറ്റ കുടുംബനാഥന്മാരായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
നല്ല മനസ്സ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിലെ യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആഗോള താപത്തിന്റെ ദുരന്തം ലോകത്ത് മുഴുവനും വിതച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോവുകയാണ്. അത്തരം എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.